പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശബരിമലയിൽ നടന്നത് വെറുമൊരു കൊള്ളയല്ല, മറിച്ച് വലിയൊരു പെരുങ്കൊള്ളയായിരുന്നു എന്നും അതിനൊത്താശ ചെയ്തതും അതിനുവേണ്ടി ഗൂഢാലോചന നടത്തിയതും CPM-ൻ്റെ നേതാക്കന്മാരുടെ നേതൃത്വത്തിലായിരുന്നു എന്നുമുള്ളതിൻ്റെ പുതിയ പുതിയ ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ള വളിപ്പ് വർത്താനങ്ങൾ കൊണ്ടുവന്ന് ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു വിടാനുള്ള വിഫലമായ ശ്രമങ്ങൾ CPM-കാർ നടത്തുന്നുണ്ടെന്നുള്ളത് നമ്മൾ കാണാതിരിക്കരുത്. അതായത് 2014 മുതൽ കഴിഞ്ഞ 11 വർഷക്കാലമായി കേന്ദ്രത്തിൽ അധികാരത്തിലില്ലാത്ത, കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലും അധികാരത്തിലില്ലാത്ത കോൺഗ്രസ് പാർട്ടിയുടെ ഒരധികാരവുമില്ലാത്ത നേതാവായിട്ടുള്ള സോണിയാഗാന്ധിയെ, ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തന്നെ നമുക്ക് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവല്ലേ എന്ന് വേണം നമുക്ക് ചോദിക്കാമായിരുന്നു. പക്ഷേ സോണിയാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അവർ വെറും ഒരു MP മാത്രമാണിപ്പോൾ. അവരെ ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില വളിപ്പ് വർത്താനങ്ങളുമായി CPM-കാർ ഇറങ്ങിയിട്ടുണ്ട് എന്നത് നമ്മൾ കാണാതിരുന്നുകൂടാ. എന്നാൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകളെന്ന് പറഞ്ഞാൽ എന്താ? ഞെട്ടിക്കുന്ന വാർത്തകളല്ലേ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും പങ്കജ് ഭണ്ഡാരിയുടെയും റോഥം ഈ ഗോവർദ്ധൻ്റെയും കസ്റ്റഡി അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതിക്ക് SIT നൽകിയിട്ടുണ്ട്. അതിൻ്റെ കോപ്പിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതിലിറങ്ങിയിട്ടുള്ളത് ഞെട്ടിക്കുന്ന വിവരങ്ങളല്ലേ സുഹൃത്തുക്കളെ. ഇതുവരെ നമ്മൾ കണ്ടതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അതിനേക്കാളൊക്കെ വളരെ ഭീകരമായിട്ടുള്ള പെരുംകൊള്ള, എല്ലാ അർത്ഥത്തിലുമുള്ള പെരുംകൊള്ള ഈ വാസുവിൻ്റെയും പത്മകുമാറിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ, അത് അധികം താമസിക്കാതെ കടകംപള്ളി സുരേന്ദ്രനിലേക്കൊക്കെ എത്താൻ പോവുകയാണ്. അത് അവിടെ നിൽക്കട്ടെ. എന്തായാലും ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ നടന്നതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ, കോടതി പോലും ഞെട്ടിപ്പോകാനിടയുള്ള വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിൽ കണ്ടുപിടിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ അവരുടെ ഈ കസ്റ്റഡി അപേക്ഷയിൽ അവർ പറഞ്ഞിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, നമ്മളിതുവരെ കരുതിയിരുന്നത് എന്താ? നമ്മളിതുവരെ കരുതിയിരുന്നത് ദ്വാരപാലക ശില്പങ്ങൾ, പീഠങ്ങൾ, കട്ടിളപ്പാളി, വാതിൽ, ഇതൊക്കെയാണ് പോയത് എന്നൊക്കെയാണല്ലോ നമ്മളിതുവരെ കരുതിയിരുന്നത്. എന്നാൽ ഈ കസ്റ്റഡി അപേക്ഷയിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചു പോകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിൽ നിന്നൊക്കെ ഉപരിയായി ഈ പുതിയ കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നത് ശബരിമല ശ്രീകോവിലിൻ്റെ വാതിൽ കട്ടിളയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന 2 ചെമ്പുപാളികൾ, എല്ലാം സ്വർണം പൊതിഞ്ഞാണെന്ന് ഓർത്തോണം. രാശിചിഹ്നങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന 2 ചെമ്പുപാളികൾ, കട്ടിളയുടെ മുകൾപ്പടി ചെമ്പുപാളിയിലും കട്ടിളയ്ക്ക് മുകളിൽ പതിച്ചിട്ടുള്ള ശിവരൂപവും വ്യാളി രൂപവും അടങ്ങുന്ന പ്രഭാമണ്ഡലത്തിലുമുള്ള സ്വർണം പതിച്ച പാളികളിൽ പൊതിഞ്ഞിരിക്കുന്ന, അതായത് ഈ പറഞ്ഞ ചെമ്പുപാളികൾ, അതുപോലെ തന്നെ പ്രഭാമണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്രീകോവിലിൻ്റെ 4 ഭാഗങ്ങൾ, ആ ഭാഗങ്ങളിൽ പതിച്ചിരിക്കുന്ന ഉൾപ്പെടെയുള്ള 7 ചെമ്പുപാളികളിൽ നിന്നും, നമ്മൾ നേരത്തെ പറഞ്ഞ പീഠം, ദ്വാരപാലക ശില്പം, കട്ടിളപ്പാളി, വാതിൽ ഇതിനൊക്കെ ഉപരിയായി സ്വർണം പൊതിഞ്ഞിരുന്ന 7 ചെമ്പുപാളികളിൽ നിന്നും 1-ാം പ്രതി പങ്കജ് ഭണ്ഡാരിയുടെ ഉടമസ്ഥതയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് രാസമിശ്രിതം ഉപയോഗിച്ച് വേർതിരിച്ച സ്വർണം സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയുടെയും റോഥം ജ്വല്ലേഴ്സ് ഉടമ ഗോവർദ്ധൻ്റെയും കൈവശമുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് SIT-യുടെ ഈ കസ്റ്റഡി അപേക്ഷയിലെ ആദ്യത്തെ ഞെട്ടിക്കുന്ന വിവരം. നേരത്തെ കൊണ്ടുപോയതിനേക്കാൾ ഉപരിയായി 7 ചെമ്പുപാളികളിൽ നിന്ന്, സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികളിൽ നിന്നുള്ള സ്വർണം ഈ സ്മാർട്ട് ക്രിയേഷൻസും ആയിട്ട് വേർതിരിച്ചെടുത്ത് അതും ഗോവർദ്ധൻ്റെയൊക്കെ കൈവശം ഉള്ളതായി തെളിഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ നിരീക്ഷണം. ഇനി പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്തതിൽ എന്താ മനസ്സിലായത്? പങ്കജ് ഭണ്ഡാരിയെ ചോദ്യം ചെയ്തതിൽ
എന്ന് മനസ്സിലാവുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ 7 സ്വർണ്ണപ്പാളികളിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് രാസമിശ്രിതം ഉപയോഗിച്ച് വേർതിരിച്ചിട്ടുണ്ടെന്നും പ്രസ്തുത പാളികളിൽ നിന്നും വേർതിരിച്ചെടുത്ത സ്വർണത്തിൽ നിന്നും സ്വർണം വേർതിരിക്കുന്നതിനും അതിനുശേഷം ചെമ്പുപാളികളിൽ സ്വർണം പൂശുന്നതിനും ആ ജോലികൾക്കായി 9-ാം പ്രതി പങ്കജ് ഭണ്ഡാരി പണിക്കൂലിയായി സ്വർണം എടുത്തിട്ടുണ്ടെന്നും ആ എടുത്ത സ്വർണത്തിന് തുല്യമായ 109 ഗ്രാം സ്വർണം പങ്കജ് ഭണ്ഡാരി ഹാജരാക്കിയത് മഹസറിലൂടെ ബന്ദോബസ്തിൽ എടുത്തിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം പൂശിയതിന് പണിക്കൂലി എന്നുള്ള നിലയിൽ എടുത്ത സ്വർണത്തിന് തുല്യമായതാണ് 109 ഗ്രാം സ്വർണം പങ്കജ് ഭണ്ഡാരിയിൽ നിന്ന് നിയമാനുസൃതം മഹസർ തയ്യാറാക്കി ബന്ദോബസ്തിൽ എടുത്തിട്ടുണ്ട്. അതാണ് അടുത്ത പാരഗ്രാഫിൽ. 7-ാമത്തെ പാരഗ്രാഫിൽ ഈ ഗോവർദ്ധൻ റോത്താം ജ്വല്ലറി ഉടമ ഗോവർദ്ധനെ ചോദ്യം ചെയ്തതിൽ നിന്നും ഈ 7 ചെമ്പുപാളികളിൽ നിന്ന് സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് രാസമിശ്രിതം ഉപയോഗിച്ച് വേർതിരിച്ചെടുത്തതിൽ നിന്നും 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും കൂടി ചേർന്ന് കൂട്ടായി എടുത്ത തീരുമാനപ്രകാരം പങ്കജ് ഭണ്ഡാരിയിൽ നിന്ന് കൽപേഷ് എന്നയാൾ മുഖാന്തരം ലഭിച്ച സ്വർണത്തിന് തുല്യമായ പകരം സ്വർണമെന്ന് പറഞ്ഞ് ഗോവർദ്ധൻ 474 ഗ്രാം സ്വർണം അയാളിൽ നിന്ന് പിടിച്ചെടുത്ത് അത് മഹസപ്രകാരം ബന്ദോബസ്തിലെടുത്തിട്ടുണ്ട്. അപ്പോൾ പങ്കജ് ഭണ്ഡാരിയിൽ നിന്ന് 109 ഗ്രാം, ഗോവർദ്ധനിലേക്ക് കൽപേഷൻ നാളിൽ നിന്ന് 474 ഗ്രാം, ഏതാണ്ട് 580 ഗ്രാമുള്ള സ്വർണം ഈ വേർതിരിച്ചെടുത്തതിൽ നിന്നും പണിക്കൂലി ഇനത്തിൽ കിട്ടി എന്ന് പറഞ്ഞിട്ട് അത് ബന്ദോബസ്തിലെടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണ് 7-ാമത്തെ പാരഗ്രാഫ്. ഇനി 8-ാമത്തെ പാരഗ്രാഫിൽ എന്താ പറയുന്നത്? അതാണ് പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പങ്കജ് ഭണ്ഡാരി ഹാജരാക്കിയ 109 ഗ്രാം സ്വർണവും ഗോവർദ്ധൻ ഹാജരാക്കിയ 474.9 ഗ്രാം സ്വർണവും കൂടിയുള്ള സ്വർണത്തെക്കാൾ കൂടുതൽ അളവ് സ്വർണം ഈ നേരത്തെ പറഞ്ഞ 7 സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികളിൽ ഉള്ളതായി തെളിഞ്ഞിട്ടുണ്ട്. പങ്കജ് ഭണ്ഡാരി 109 ഗ്രാം സ്വർണം, ഗോവർദ്ധൻ 474 ഗ്രാം സ്വർണം ആണ് അവരിൽ നിന്ന് പിടിച്ചെടുത്തതെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സ്വർണം ഈ നേരത്തെ പറഞ്ഞ 7 സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികളുണ്ടല്ലോ അതിൽ ഉണ്ടായിരുന്നു എന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതാണ് 8-ാമത്തെ ഖണ്ഡികയിൽ. 9-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നത് ഈ മേൽപ്പറഞ്ഞ ചെമ്പുപാളികളിൽ പതിച്ചിരിക്കുന്ന സ്വർണത്തിൻ്റെ കൃത്യമായ അളവ് തിട്ടപ്പെടുത്തുന്നതിന് VSSCയിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ല. എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ഗൂഢാലോചനയെ കുറിച്ചിട്ടാണ് 10-ാം പാരഗ്രാഫിൽ പറയുന്നത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും അവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് അവരും N വാസു, KS ബൈജു, D സുധീഷ് കുമാർ, മുരാരി ബാബു, A പത്മകുമാർ ഇവരെല്ലാം കൂടി ഗൂഢാലോചന നടത്തി. ആലോചന നോക്കിക്കോണം നമ്മൾ. അതായത് തിരിച്ചു വായിച്ചു കഴിഞ്ഞാൽ A പത്മകുമാർ, N വാസു, മുരാരി ബാബു, D സുധീഷ് കുമാർ, KS ബൈജു, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവരെല്ലാവരും കൂടി ചേർന്ന് ഗൂഢാലോചന നടത്തി ശബരിമല ശ്രീകോവിൽ വാതിലിൻ്റെ കട്ടളയിൽ ഘടിപ്പിച്ചിരുന്ന ഈ 7 ഇതെല്ലാം കൂടെ ചേർന്ന് ഗൂഢാലോചന നടത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുഹൃത്തുക്കൾ, ഇത്തരത്തിലുള്ള ഇത്രയും വലിയ ഗൂഢാലോചന ഈ പത്മകുമാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയെന്ന് പറഞ്ഞിട്ടും ഈ ഗോവിന്ദനും സ്വരാജിനുമൊന്നും എന്താണ് അവർ ചെയ്തതിനെക്കുറിച്ചിട്ട് തങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല എന്നുള്ള പൊട്ടത്തരം അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിൽക്കട്ടെ. എന്തായാലും ഇതിൽ നിന്ന് തെളിയുന്നത് എന്താ സുഹൃത്തുക്കളെ? ഇതിൽ നിന്ന് തെളിയുന്നത് നേരത്തെ കൊണ്ടുപോയിട്ടുള്ള പീഠം, ദ്വാരപാലക ശില്പങ്ങൾ, കട്ടിളപ്പാളി, വാതിൽ എന്നിവയ്ക്കുപരിയായി ശ്രീകോവിലിൽ വാതിലിൻ്റെ കട്ടളപ്പടിയിൽ ഘടിപ്പിച്ചിരുന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന 2 ചെമ്പുപാളി, രാശിചിഹ്നങ്ങൾ ആലേപനം ചെയ്തിരിക്കുന്ന 2 ചെമ്പുപാളി, കട്ടളയുടെ മുകൾപ്പടി ചെമ്പുപാളി, കട്ടളയ്ക്ക് മുകളിൽ പഠിച്ചിട്ടുള്ള ശിവരൂപവും വ്യാളീരൂപവും അടങ്ങുന്ന പ്രഭാമണ്ഡലത്തിലുമുള്ള സ്വർണം പതിച്ച ചെമ്പുതാളികൾ ഉൾപ്പെടെ നേരത്തെ പറഞ്ഞതിനേക്കാൾ അധികമായി 7 ചെമ്പുപാളികളിൽ പൊതിഞ്ഞിരിക്കുന്ന സ്വർണം കൂടി
ഇവരെല്ലാം കൂടി പത്മകുമാർ മുതൽ പങ്കജ് ഭണ്ഡാരിയും ഉണ്ണികൃഷ്ണൻ പോറ്റി എല്ലാം കൂടെ ഗൂഢാലോചന നടത്തി കൊണ്ടുപോയി എന്നാണ് ഈ പിന്നെ കസ്റ്റഡി അപേക്ഷയിൽ പറയുന്നത്. എത്ര ഭീകരമാണ് അവസ്ഥ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അതിഭീകരമല്ലേ അവസ്ഥ? കൊള്ളയല്ല, പെരും കൊള്ളയല്ലേ നടന്നിരിക്കുന്നത്. ഇനി ഇത് കൊണ്ടുപോയിട്ട് ഉരുക്കിയിട്ട് കുറെ കയ്യിൽ വെച്ചിട്ട് പിന്നെ കുറെ എടുത്ത് വിറ്റിട്ട് ബാക്കി തന്നതാണോ എന്നുള്ളത് സംബന്ധിച്ചുള്ള സംശയമാണ് ഇപ്പോൾ വരുന്നതെങ്കിൽ, ഇത് കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കടത്തിക്കൊണ്ടുപോയിട്ട് പുതിയ സ്വർണ്ണമാണോ കൊണ്ടുവന്നത് എന്നുള്ളത് ഈ VSSCയിലെ ശാസ്ത്രീയമായിട്ടുള്ള വിശകലനം കഴിയുമ്പോൾ തെളിയിക്കപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. അത് അപ്പോഴേ അതിൻ്റെ ഒരു പൂർണ്ണ രൂപം വരുള്ളൂ. അത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റു എന്നൊക്കെയുള്ള രമേശ് ചെന്നിത്തലയുടെ പിന്നെ ആരോപണത്തിൻ്റെയൊക്കെ നിജസ്ഥിതി ഈ ശാസ്ത്രീയ പരിശോധന കഴിയുമ്പോൾ നമുക്കറിയാൻ കഴിയും. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, എന്ത്? വലിയ തോതിലുള്ള പെരും കൊള്ള ശബരിമലയിൽ ഈ വാസുഭൂമി പത്മകുമാർ മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ പങ്കജ് ഭണ്ഡാരി മുതൽ ഗോവർദ്ധൻ വരെ ഉള്ളവർ ചേർന്ന് നടത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഞെട്ടിക്കുന്ന വിശദാംശങ്ങൾ SITയുടെ ഈ കസ്റ്റഡി അപേക്ഷയിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ആരും സംശയം വേണ്ട. ഈ വീഡിയോ തീർക്കുന്നതിനും എനിക്ക് പറയാനുള്ളത്, ഇത് ഇവരുടെ നിലവാരത്തിൽ മാത്രം നടക്കുന്ന ഒരു കാര്യം ആയിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്രയും സങ്കീർണമായിട്ടുള്ള ഒരു പെരുങ്കൊള്ള, ഇത്രയും സങ്കീർണമായിട്ടുള്ള ഗൂഢാലോചന നടത്തണമെങ്കിൽ അത് പിന്നെ കടകംപള്ളി സുരേന്ദ്രനിൽ മാത്രം ഒതുങ്ങി നിൽക്കും എന്ന് ഞാൻ വിശ്വസിക്കുക. കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടെന്നുള്ളത് 100%. കാരണം കടകംപള്ളി സുരേന്ദ്രൻ്റെ വിദേശ യാത്രകളെ കുറിച്ചിട്ടുള്ള ചർച്ച ഇപ്പോൾ വന്നിട്ടുണ്ട്. 13 വിദേശ യാത്ര നടത്തിയിരുന്നു. അതിൽ 8 മാത്രമേ ഔദ്യോഗികമുള്ളായിരുന്നു എന്നുള്ള ആരോപണം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. ബാംഗ്ലൂരിലെ മുന്തിയ ഹോട്ടലിൽ വെച്ച് പിന്നെ ഒന്നിലധികം തവണ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടു എന്നുള്ള ആരോപണം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഏതാണ്ട് പൂർണ്ണമായിരിക്കുകയാണ് ഇതോടുകൂടി. എന്നാൽ ഇത്രയും സങ്കീർണമായുള്ളൊരു കൊള്ള കടകംപള്ളി സുരേന്ദ്രൻ്റെയും ഇവരുടെയൊക്കെ ലെവലിൽ നടക്കും എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവർ മരപ്പൊട്ടന്മാരാണ്. CPMനെ അറിയുന്നവർക്ക് അത് അവർ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അവർ മരപ്പൊട്ടന്മാരാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേരുകൾ സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരെ പോയിരിക്കാനുള്ള സാധ്യത വളരെ വലുതാണ് എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഇപ്പോൾ ഇതാണ് പുറത്തു വന്നിട്ടുള്ളതെങ്കിൽ നാളെ ഈ പെരുങ്കൊള്ളയുടെ പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത് കാരണഭൂതനിലേക്ക് എത്താനുള്ള സാധ്യത പോലും നമുക്ക് ഒരു കാരണവശാലും തള്ളിക്കളയാൻ കഴിയില്ല എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാം.